I am Shreya. I'm Anmaria. I'm Toji. Today we are conducting a session, Q&A session on YouTube marketing. എന്താണ് യൂട്യൂബ് മാർക്കറ്റിംഗ്? യൂട്യൂബ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിനെയും ബ്രാൻഡ്സിനെയൊക്കെ യൂട്യൂബിൻ്റെ പ്ലാറ്റ്ഫോമിൽ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. വീഡിയോസ് വഴി അല്ലെങ്കിൽ ആഡ്സ് വഴി പ്രൊമോഷനാണ് യൂട്യൂബ് മാർക്കറ്റിംഗ്. Should I focus on quantity or quality when creating YouTube content? ക്വാളിറ്റിയാണ് എപ്പോഴും ബെറ്റർ, പക്ഷേ കൺസിസ്റ്റൻസിയും ആവശ്യമുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഇതിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ക്വാളിറ്റി ഉള്ള കണ്ടന്റുകൾ കൂടുതൽ എൻഗേജ്മെന്റ് ഉണ്ടാവുന്നതാണ് റിസർച്ച് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്വാളിറ്റിയും കൺസിസ്റ്റൻസിയും തമ്മിലൊരു ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ഗ്രോത്ത് ഉണ്ടാവും. So how do you optimize your YouTube videos for SEO? യൂട്യൂബ് SEO കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒന്ന് കീവേഡ് സെർച്ച് ആണ്. നമ്മൾ യൂട്യൂബ് ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പോലെ തന്നെ യൂട്യൂബിൽ ആൾക്കാർ കീവേഡ്സ് ഉപയോഗിച്ചാണ് കയറുന്നത്. അപ്പോൾ നമ്മുടെ കണ്ടന്റായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സ് യൂസ് ചെയ്യാം. അത് തന്നെ ഈ ടൈറ്റിൽസിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ തംബ്നെയിൽസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിലൊക്കെ ഹാഷ്ടാഗ്സ് കൊടുക്കുക. ട്രാൻസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു ഇതാണ്. പിന്നെ ഒരു കോൾ ടു ആക്ഷൻ വെക്കുക. അതായത് CTA ഉള്ള കണ്ടൻറ്റാണ് കൂടുതൽ റീച്ച് പോകുന്നത്. ആൾക്കാർ ഒരു ആക്ഷൻ എടുക്കാൻ CTA ഉള്ള കണ്ടൻറ്റാണ് പോകുന്നത്. What are YouTube shorts and how can they help my channel? നമ്മൾ ഈ ഷോർട്ട് വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 60 seconds ആയിരിക്കും. ഇപ്പോൾ നമ്മളൊരു ലിങ്കിൽ കയറാമെന്ന് വെച്ചു, ഇപ്പോൾ ഒരു ബ്യൂട്ടി ബ്ലോഗ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോഗ്സ് ഉണ്ടാവില്ല, അതൊക്കെ ഒരു 50 minutes അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഫോണിനകത്ത് കൂടുതലും ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പോലും ഞാൻ കൂടുതലും നോക്കുന്നത് ഈ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ അതിൽ കൂടെ നമുക്ക് അക്കൗണ്ടിൻ്റെ റീച്ച് കാര്യങ്ങളൊക്കെ കൂട്ടാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. യൂട്യൂബ് ചാനൽ എങ്ങനെ നമുക്ക് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും? ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ 3 കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. ഒന്ന് ഒരു ആഡ്സൻസ് അക്കൗണ്ട് വേണം, പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, പിന്നെ 4000 വാച്ചേഴ്സും വേണം. ഇത് 3 ആയി കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓഡിയൻസ് ആയിട്ട് എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ് വേണം ചെയ്യാൻ. അപ്പോൾ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് ഓഡിയൻസിന് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കുക. പിന്നെ പറഞ്ഞ പോലെ അവരായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൺസിസ്റ്റന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഓർഗാനിക്കലി റീച്ച് ചെയ്യും. അപ്പോൾ അത് ചാനലിൽ ഹെൽപ്പ് ചെയ്യും. How can I use YouTube analytics to improve my content? യൂട്യൂബ് അനലിറ്റിക്സ് നമുക്ക് ഓഡിയൻസിൻ്റെ ബിഹേവിയർ അറിയാൻ പറ്റും. പിന്നെ അതായത് അവരുടെ ഡെമോഗ്രാഫിക്സ്, ഏതൊരു ആൾക്കാരാണ് കാണുന്നത്, പിന്നെ അതായത് നമ്മുടെ വീഡിയോയുടെ പെർഫോമൻസ്, ബെസ്റ്റ് റീച്ച് പോയേക്കുന്ന വീഡിയോസ്, അതുപോലെ തന്നെ അധികം റീച്ച് കിട്ടാത്ത വീഡിയോസ്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ഇനി കണ്ടന്റ് ഇടുമ്പോൾ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. Different types of YouTube ads, and how do you choose the right one for you? യൂട്യൂബിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്സ് ആണുള്ളത്. അതിൽ ബമ്പർ ആഡ്സ്, ഡിസ്പ്ലേ ആഡ്സ്, പിന്നെ ഓവർലേ ആഡ്സ്, സ്കിപ്പബിൾ ആഡ്സ്, നോൺ സ്കിപ്പബിൾ ആഡ്സ്. നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചായിരിക്കും ഈ ആഡ്സ് യൂസ് ചെയ്യുന്നത്. ബ്രാൻഡ് അവയർനെസ് ആയിട്ടുള്ള ഇതിനൊക്കെയാണെങ്കിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് സ്കിപ്പബിൾ ആഡ്സ് ആയിരിക്കും. What are the benefits of live streaming in YouTube? യൂട്യൂബിൽ ലൈവ് സ്ട്രീമിൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ആദ്യം നമ്മുടെ ഓഡിയൻസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അവരായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാം, സെക്ഷൻ നടത്താം. പിന്നെ എന്തെങ്കിലും പ്രോഡക്റ്റ് ലോഞ്ചിൻ്റെ ആണെങ്കിലും അപ്പോൾ ഒരു ഓഡിയൻസിനെ എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റും. അതാണ് ലൈവ് കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. മാർക്കറ്റിൻ്റെ കാര്യത്തിൽ എല്ലാ പ്ലാറ്റ്ഫോമും പോലെ യൂട്യൂബും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് നമ്മൾ ബെറ്ററായിട്ട് യൂസ് ചെയ്ത് ഒപ്റ്റിമൈസ് ഒക്കെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രാൻഡിനെ ഗ്രോ ചെയ്യാൻ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനെപ്പറ്റി അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്.